അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. നിലാവുള്ള രാത്രി. രാഘവൻ കവലയിലെ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയിൽ ആളൊഴിഞ്ഞ പറമ്പുകളും വലിയ കാവുകളുമുണ്ട്. കുറച്ചു ദൂരം നടന്നപ്പോൾ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് പാലപ്പൂവിന്റെ കടുത്ത മണം പടർന്നു. പെട്ടെന്നാണ് വഴിയരികിലെ വലിയ പാലമരത്തിന് ചുവട്ടിൽ ഒരാളെ അവൻ കണ്ടത്. വെളുത്ത മുണ്ടും നെരിയതും ഉടുത്ത അതിസുന്ദരിയായ ഒരു യുവതി. അവളുടെ കൈയിൽ ഒരു വെറ്റിലച്ചില്ലമുണ്ടായിരുന്നു. "ഈ നേരത്ത് എങ്ങോട്ടാ രാഘവാ?" അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചിരിയിൽ എന്തോ ഒരു വശ്യതയുണ്ടായിരുന്നു. രാഘവൻ അറിയാതെ നിന്നുപോയി. "ഒരു വെറ്റില തരാമോ?" അവൾ ചോദിച്ചു. രാഘവൻ തന്റെ കൈയിലുണ്ടായിരുന്ന വെറ്റിലയും അടയ്ക്കയും അവൾക്ക് നൽകി. അവൾ അത് വാങ്ങി ചുണ്ണാമ്പ് തേക്കാൻ തുടങ്ങിയപ്പോൾ രാഘവൻ ശ്രദ്ധിച്ചു. അവളുടെ വിരലുകൾക്ക് അസാധാരണമായ നീളമുണ്ട്. നഖങ്ങൾ വിരയ്ക്കുന്നതുപോലെ തോന്നി. ഭയം തോന്നിയ രാഘവൻ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പക്ഷേ പുറകിൽ നിന്ന് ചിലങ്കയുടെ ശബ്ദം കേട്ടു. കിലുങ്ങും കിലുങ്ങും. അവൻ തിരിഞ്ഞു നോക്കാതെ ഓടി. വീടിന്റെ പടിക്കൽ എത്തിയപ്പോൾ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. പാലമരത്തിനു മുകളിൽ നിന്ന് ആ സ്ത്രീ അവനെ നോക്കി ഉറക്കെ ചിരിക്കുകയായിരുന്നു. മിന്നായം പോലെ അവൻ കണ്ടു. അവളുടെ പല്ലുകൾ നീളമുള്ളതും കണ്ണുകൾ കനൽ പോലെ ചുവന്നതുമായിരുന്നു. അവളുടെ കാലുകൾ പുറകോട്ടായിരുന്നു തിരിഞ്ഞു ഇരുന്നത്.